നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരൂർ നഗരസഭയ്ക്കുള്ളിൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെന്ന് നടപടി ആവശ്യപ്പെട്ട ഇടത് കൗൺസിലർമാർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മത്സ്യഫെഡ് ചെയർമാൻ സ്ഥാനത്തേക്ക് അനധികൃത നിയമനമെന്ന് മത്സ്യഫെഡ് ഓഫീസിന് മുന്നിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ധർണ നടത്തി. കടയടപ്പ് സമരത്തിന്റെ മറവിൽ ജീവനക്കാരനെ കയ്യേറ്റം ചെയ്തതായി പരാതി. സംഭവത്തിന് പിന്നിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെന്ന് അക്രമം നടത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് വ്യാപാരി നേതാക്കൾ. സംസ്ഥാനത്ത് കോവിഡ് പരിശോധനകൾ 1.5 ലക്ഷം കുത്തനെ കൂടി പ്രതിദിന കോവിഡ് കണക്ക്. DPR മാറ്റമില്ലാതെ തുടരുന്നു. 15,600 പേർക്ക് രോഗം. വിശദമായ വാർത്തകളിലേക്ക്. തിരൂർ നഗരസഭയ്ക്കുള്ളിൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും ഏജന്റുമാരുമെന്ന് കോൺഗ്രസിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ CPM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. ഹംസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. തിരൂർ നഗരസഭാ ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരിൽ നിന്നും കൈക്കൂലി വാങ്ങുന്ന ഏജന്റുമാർക്കെതിരെയും ഇവർക്ക് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കുക, താൽക്കാലിക ജീവനക്കാരുടെ അനാവശ്യ ഇടപെടൽ അവസാനിപ്പിക്കുക, ഓഫീസിലെ ഏജന്റുമാരുടെ ഇടപെടൽ നിർത്തലാക്കുക, കോവിഡ് വാക്സിൻ വിതരണം നീതിപൂർവ്വമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് LDF കൗൺസിലർമാർ പ്രതിഷേധ ധർണ നടത്തിയത്. ധർണ CPM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. ഹംസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഈ നഗരസഭ ഓഫീസിനകത്ത് ബ്രോക്കർമാരുടെ വിളയാട്ടമാണ്. തിരൂർ നഗരത്തിലെ വൻകിട കെട്ടിട ഉടമകൾക്കും അതുപോലെ വലിയ വലിയ കെട്ടിടങ്ങൾക്ക് പ്ലാന് പാസ്സാക്കാൻ വേണ്ടിയിട്ടുമൊക്കെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ആളുകൾ, നികുതി കുറച്ച് കിട്ടാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുള്ള ആളുകൾ, ലൈസൻസിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുള്ള ആളുകൾ, ഇവർക്കൊക്കെ പണം വാങ്ങി അത് ശരിയാക്കി കൊടുക്കുന്ന ഒരു റാക്കറ്റ് തന്നെ ഈ മുനിസിപ്പൽ ഓഫീസിനകത്ത് രൂപപ്പെട്ടിരിക്കുകയാണ്. ഒരു പറ്റം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ മുനിസിപ്പൽ ഭരണസമിതിയുടെ കൈക്കൂലിക്കാരായ നേതാക്കന്മാർ, അവരും കൂടി ചേർന്നുകൊണ്ടുള്ള ബ്രോക്കർമാരാണ് തിരൂർ മുനിസിപ്പാലിറ്റി ഓഫീസിനകത്ത് വിളയാടുന്നത്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് S. ഗിരീഷ് അധ്യക്ഷനായിരുന്നു. CPM ഏരിയ കമ്മിറ്റി അംഗം PP. ലക്ഷ്മണൻ, ലോക്കൽ സെക്രട്ടറി T. ദിനേഷ് കുമാർ, അടിപ്പാട് ഷിഹാബ് റഹ്മാൻ, അനിത കല്ലരി എന്നിവർ സംസാരിച്ചു. V. നന്ദൻ സ്വാഗതവും S. ഷബീർ അലി നന്ദിയും പറഞ്ഞു. C. നജിമുദ്ദീൻ, P. മിർഷാദ്, സരോജ ദേവി, K. ഖദീജ, TK യാസിൻ, KP. ജഫ്സൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മത്സ്യഫെഡ് ചെയർമാൻ സ്ഥാനത്തേക്ക് മേഖലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത രാഷ്ട്രീയക്കാരനെ നിയമിക്കാൻ നീക്കമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യഫെഡ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ധർണ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P. നസറുള്ള ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യഫെഡ് ഓഫീസിന് മുന്നിലാണ് ധർണ നടത്തിയത്. ധർണ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P. നസറുള്ള ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി രൂപീകൃതമായ മത്സ്യഫെഡിന്റെ തലപ്പത്ത് ഈ മേഖലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത പാർട്ടിക്കാരനെ നിയമിക്കാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നതെന്നും ഇത് മത്സ്യത്തൊഴിലാളികളോടുള്ള അനീതിയാണെന്നും അഡ്വക്കേറ്റ് P. നസറുള്ള പറഞ്ഞു. ഈ മേഖലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത, മത്സ്യബന്ധനമെന്തെന്നറിയാത്ത, മത്സ്യത്തൊഴിലാളിയുടെ പ്രശ്നം എന്താണെന്നറിയാത്ത ഒരു വ്യക്തിയെ രാഷ്ട്രീയപരമായ ഒറ്റ കാരണം കൊണ്ട് മത്സ്യഫെഡിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് നിയമവിരുദ്ധമായി പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ മത്സ്യത്തൊഴിലാളികളോടുള്ള കടുത്ത വഞ്ചനയ്ക്കെതിരെ ഇന്ന് സംസ്ഥാന വ്യാപകമായി ഒരു സമരത്തിന് തുടക്കം കുറിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള മണ്ണെണ്ണ സബ്സിഡി വർഷങ്ങളായി 25 രൂപയാണ്. ക്രമാതീതമായി മണ്ണെണ്ണയുടെ വില വർദ്ധിക്കുമ്പോഴും സബ്സിഡി നിരക്ക് വർദ്ധിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. ഓഖി പ്രളയ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ നാടിന്റെ സൈന്യമായ മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന ഗവൺമെന്റ് നയങ്ങൾ തിരുത്തുന്നതുവരെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സമരരംഗത്തുണ്ടാകുമെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് VP ഖാദർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് BP ഹംസക്കോയ, സംസ്ഥാന ട്രഷറർ MP അഷ്റഫ്, സംസ്ഥാന സെക്രട്ടറി K. മുസ്തഫ, ജില്ലാ ഭാരവാഹികളായ CP ഉമർ, CP മുജീബ്, M. മൊയ്തീൻ, ഇബ്രാഹിംകുട്ടി, നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ പാണ്ടി അലി, സക്കീർ പൊന്നാനി എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. തകരുന്ന തൊഴിലാളി മേഖല, തളരുന്ന തൊഴിലാളി എന്ന പ്രമേയത്തിൽ STU അവകാശ ദിന സംഗമം നടത്തി. താനൂർ മുനിസിപ്പൽ സംഗമം മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി MP അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. നെടുമത്തൂർ പഞ്ചായത്ത് STU കമ്മിറ്റി സംഘടിപ്പിച്ച സംഗമം താനൂർ മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി ഇസ്മായിൽ പത്തമ്പാട് ഉദ്ഘാടനം ചെയ്തു. തകരുന്ന തൊഴിലാളി മേഖല, തളരുന്ന തൊഴിലാളി എന്ന പ്രമേയത്തിൽ STU അവകാശ ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി നടന്ന താനൂർ മുനിസിപ്പൽ സംഗമം മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി MP അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. രാജ്യം ഭരിക്കുന്ന 2 ഗവൺമെന്റുകളും വേണ്ടത്ര രീതിയിലുള്ള ഒരു മുൻകരുതലുകളോ അല്ലെങ്കിൽ സൂക്ഷ്മതയോ പുലർത്താത്ത അതിൻ്റെ ഭവിഷ്യത്താണ് ഇന്ന് രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗതാഗത സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന മോട്ടോർ തൊഴിലാളികൾ, അതുപോലെ തന്നെ അനുബന്ധമായി ബന്ധപ്പെട്ടുള്ള മറ്റു പല തൊഴിലാളികളും
ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തൊഴിൽ നഷ്ടപ്പെട്ട് വരുമാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവരുടെ ജീവിതം കരപിടിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ആശ്വാസകരമായ രീതിയിലുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയോ ഇതേവരെ ഒരു ഗവൺമെൻറ്റും ഒരു പദ്ധതിയും ആവിഷ്കരിച്ചിട്ടില്ല എന്നതാണ് സത്യം. EP കുഞ്ഞാവ അധ്യക്ഷനായിരുന്നു. സിദ്ദീഖ് താനൂർ, കാസിം താനൂർ, നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ, കൗൺസിലർമാരായ SP ഷിഹാബ്, AK സുബൈർ, V ആബിദ്, E സലാം തുടങ്ങിയവർ സംസാരിച്ചു. CP സുലൈമാൻ, നൌഷാദ് കുന്നുംപുറം, RP ഫൈസൽ, KS റഹീം, നസീർ തുടങ്ങിയവർ പങ്കെടുത്തു. നർമ്മദൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച സംഗമം മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി ഇസ്മായിൽ പത്തമ്പാട് ഉദ്ഘാടനം ചെയ്തു. സെയ്ദുൽ വി കോരങ്ങത്ത് അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KM നൌഫൽ, A നിയാസി, ഹംസക്കുട്ടി പൊക്ലാത്ത്, ഷഫീഖ് എന്ന ബാവ, K ഷൗക്കത്ത് അലി തുടങ്ങിയവർ സംസാരിച്ചു. ഷംസു വരിക്കോടത്ത്, ഷെരീഫ് പൊയിലിശ്ശേരി, അഷ്റഫ് ആലിൻ ചുവട, ബഷീർ, അസീസ് കോരമ്പാട്, നസീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാരിൻ്റേത് കള്ളക്കടത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമെന്ന് യുവമോർച്ച തിരുമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. BP സംഘടിപ്പിച്ച ധർണ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ഷിതു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിൻ്റേത് കള്ളക്കടത്തുകാരെയും കൊട്ടേഷൻ സംഘങ്ങളെയും സഹായിക്കുന്ന സമീപനമെന്ന യുവമോർച്ച തിരുമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BP പ്രതിഷേധ ധർണ നടത്തി. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ഷിതു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കകാലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കടത്തിക്കൊണ്ടുവരുന്ന സ്വർണമടിച്ച് വിലപേശുന്ന കൊട്ടേഷൻ സംഘങ്ങളായിട്ടുള്ള പാർട്ടി പ്രവർത്തകരെയാണ്, പാർട്ടിയുടെ ചുമതലയുണ്ടായിരുന്ന കേഡറുകളെയാണ്. അർജുൻ ആയങ്കിയിലേക്കും ആകാശ് തില്ലങ്കേരിയിലേക്കുമാണ്. ആകാശ് തില്ലങ്കേരിയിൽ നിന്ന് ഇന്ന് ഈ കേസ് എത്തി നിൽക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് K സുബിത്ത് അധ്യക്ഷനായിരുന്നു. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി ശശി കറുകയിൽ, BJP മണ്ഡലം അധ്യക്ഷൻ ശശി പരാരമ്പത്ത്, BJP ജില്ലാ സെക്രട്ടറി മനോജ് പാറശ്ശേരി, സുനിൽ പരിയാപുരം തുടങ്ങിയവർ സംസാരിച്ചു. സുരേഷ് കർത്താട്ട, സുരേഷ് കോശേരി, ബാബു, ഷൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി. SSLC പരീക്ഷാഫലം ഈ മാസം 15-ന് പ്രഖ്യാപിക്കും. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം അവസാന ഘട്ടത്തിലാണ്. ഇത്തവണ SSLC+2 പരീക്ഷകൾക്ക് ഗ്രേസ് മാർക്ക് നൽകേണ്ടതില്ലെന്നാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. SSLC പരീക്ഷാഫല പ്രഖ്യാപനം 15-ന് നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. മൂല്യനിർണ്ണയം അവസാന ഘട്ടത്തിലാണ്. ഇത്തവണ SSLC+2 പരീക്ഷകൾക്ക് ഗ്രേസ് മാർക്ക് നൽകേണ്ടതില്ലെന്നാണ് സർക്കാരിന്റെ തീരുമാനം. കോവിഡ് കാരണം സ്കൂൾ മേളകളൊന്നും നടക്കാത്തതിനാലാണ് ഇത്തവണ ഗ്രേസ് മാർക്ക് കൊടുക്കേണ്ടതില്ലെന്ന തീരുമാനത്തിൽ സർക്കാർ എത്തിയത്. സാധാരണഗതിയിൽ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ മികവിനെ അടിസ്ഥാനമാക്കി നൽകുന്ന ഗ്രേസ് മാർക്ക് കൊണ്ടുള്ള ഗുണം വിവിധ മേഖലകളിലായി 2 ലക്ഷത്തോളം കുട്ടികൾക്ക് ലഭിക്കുമായിരുന്നു. DCC അധ്യക്ഷ സ്ഥാനം ഉറപ്പിക്കാൻ ആര്യാടൻ മുഹമ്മദിന്റെ കരുനീക്കങ്ങൾ. ആര്യാടൻ ഷൗക്കത്തിനായി അധ്യക്ഷ സ്ഥാനം ഉറപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ആര്യാടൻ മുഹമ്മദ് നടത്തുന്നത്. അതേസമയം E മുഹമ്മദ് കുഞ്ഞിയുടെ പേരും സ്ഥാനത്തേക്ക് ഉയരുന്നുണ്ട്. VV പ്രകാശിന്റെ നിര്യാണത്തോടെ ഒഴിഞ്ഞുകിടക്കുന്ന മലപ്പുറം DCC പ്രസിഡന്റ് സ്ഥാനത്തിനായുള്ള ചരടുവലികൾ കോൺഗ്രസ് നേതാക്കൾ സജീവമാക്കിയിരിക്കുകയാണ്. മകൻ ആര്യാടൻ ഷൗക്കത്തിനു വേണ്ടി അരയും തലയും മുറുക്കി ആര്യാടൻ മുഹമ്മദ് സജീവമായി തന്നെ രംഗത്തുണ്ട്. സ്ഥാനം ഉറപ്പിക്കാനായി രമേശ് ചെന്നിത്തലയെ മുൻനിർത്തിയാണ് ആര്യാടൻ മുഹമ്മദിന്റെ നീക്കം. അതേസമയം E മുഹമ്മദ് കുഞ്ഞിയുടെ പേരും സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുമുണ്ട്. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതൃപദവിയിലേക്ക് പിന്തുണയ്ക്കാനുള്ള A ഗ്രൂപ്പ് തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആര്യാടനോട് ചെന്നിത്തലയ്ക്കുള്ള കടപ്പാട് ഉപയോഗപ്പെടുത്തിയാണ് പുതിയ നീക്കം. ഉമ്മൻചാണ്ടിയുടെ പിന്തുണയും ആര്യാടൻ മുഹമ്മദ് ഉറപ്പാക്കുകയും ചെയ്തു. അതേസമയം അരനൂറ്റാണ്ടായി ആര്യാടൻ മുഹമ്മദ് നേതൃത്വം നൽകുന്ന മലപ്പുറത്തെ A ഗ്രൂപ്പിലെ മുൻനിര നേതാക്കളിൽ ഭൂരിഭാഗവും E മുഹമ്മദ് കുഞ്ഞിയുടെ നേതൃത്വത്തിൽ എതിർപക്ഷത്തേക്ക് ചാടിയത് ആര്യാടൻ ഗ്രൂപ്പിനെ തെല്ലൊന്ന് ക്ഷീണത്തിലാക്കിയിട്ടുമുണ്ട്. A ഗ്രൂപ്പിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും നേതൃപരമായ അനുഭവ സമ്പത്തില്ലാത്ത ആര്യാടൻ ഷൗക്കത്ത് കടന്നു വരുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് മുഹമ്മദ് കുഞ്ഞി വിഭാഗത്തിന്റെ നിലപാട്. രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി അച്യുതണ്ടിന്റെ ശക്തി പരീക്ഷണ വേദി കൂടിയായി ഇതോടെ മലപ്പുറം DCC പ്രസിഡന്റ് പദവി മാറുകയാണ്. പ്രതിപക്ഷ നേതൃപദവി നഷ്ടമായതിനു ശേഷം രാഹുൽ ഗാന്ധിയെ കണ്ട ചെന്നിത്തല പ്രവർത്തകരെ കാണാൻ ആദ്യമായി എത്തിയത് മലപ്പുറത്തായിരുന്നു. ആര്യാടൻ മുഹമ്മദുമായി സഹകരിച്ചു പോകണമെന്ന സന്ദേശം മലപ്പുറത്ത് തന്നോടൊപ്പം നിൽക്കുന്നവർക്ക് ചെന്നിത്തല നൽകിയിട്ടുമുണ്ട്. DCC പ്രസിഡന്റ് പദവിയിലേക്ക് പ്രായപരിധി മാനദണ്ഡമല്ലെന്ന് K സുധാകരൻ വ്യക്തമാക്കിയതോടെയാണ് E മുഹമ്മദ് കുഞ്ഞിക്കും മോഹമുദിച്ചത്. KPCC സെക്രട്ടറിമാരായ V ബാബുരാജ്, KP നൌഷാദ് അലി, NA കരീം, V സുധാകരൻ എന്നിവരും സ്ഥാനം മോഹിച്ച് കാത്തിരിക്കുന്നുമുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെയും KPCC പ്രസിഡന്റിന്റെയും നിലപാടുകൾ ഇക്കാര്യത്തിൽ നിർണായകമാവുകയും ചെയ്യും. മലപ്പുറത്തിന്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി, ചെന്നിത്തല, അച്യുതണ്ടിന്റെ താൽപര്യം VD സതീശനും K സുധാകരനും വകവെച്ചു നൽകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എക്കാലത്തും പിൻബലമായി കൂടെയുണ്ടായിരുന്ന മലപ്പുറത്തെ A ഗ്രൂപ്പ് വിഘടിച്ചു പോയത് ആര്യാടൻ മുഹമ്മദിന്റെ വിലപേശൽ ശക്തി കുറച്ചിട്ടുമുണ്ട്. പ്രകാശിന്റെ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് പ്രതിക്കൂട്ടിലായതും പ്രശ്നമായി മാറും. മുസ്ലിം സമുദായ നേതൃത്വവുമായി എക്കാലത്തും ഏറ്റുമുട്ടൽ നയം സ്വീകരിച്ചു പോരുന്ന ഷൗക്കത്തിനോട് ലീഗിനും സമുദായ ഗ്രൂപ്പുകൾക്കും താൽപര്യക്കുറവുണ്ട്. മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഷൗക്കത്ത് സ്വീകരിച്ച നിലപാടുകൾക്കെതിരെ സമസ്തയുടെ മുഖപത്രത്തിൽ ഉൾപ്പെടെ ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതെല്ലാം ആര്യാടന് തിരിച്ചടിയാകാനുള്ള ഘടകങ്ങളുമാണ്.
ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. കടയടപ്പ് സമരത്തിന്റെ മറവിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ജീവനക്കാരനെ കയ്യേറ്റം ചെയ്തതായി പരാതി. തിരുത്തെക്കുമുറി മലബാരിയ ചപ്പാത്തി കമ്പനിയിലെ ജീവനക്കാരനായ പരപ്പനങ്ങാടി സ്വദേശി ബാസിൻ സജാദിനെയാണ് കയ്യേറ്റം ചെയ്തതായി പരാതിയുള്ളത്. തിരുത്തെക്കുമുറി മലബാരിയ ചപ്പാത്തി കമ്പനിയിലെ ജീവനക്കാരനായ പരപ്പനങ്ങാടി സ്വദേശി ബാസിൻ സജാദിനെയാണ് കയ്യേറ്റം ചെയ്തതായി പരാതിയുള്ളത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. ഉണ്ടാക്കി വെച്ച ഭക്ഷണ സാധനങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും 2 മാസത്തിന് ശേഷം ഇപ്പോഴാണ് കട തുറക്കുന്നതെന്ന് അപേക്ഷിച്ചിട്ടും കട തുറന്നു എന്ന കാരണം പറഞ്ഞ് സംഘം കടയിലെ ജീവനക്കാരനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് കടയുടമകളായ സുധീഷും റസാഖും പറഞ്ഞു. 11:30 മണിക്ക് അവർ വന്നുകൊണ്ട് ഷട്ടർ താത്തി ഒരു നേരിട്ട ചോദ്യം പറഞ്ഞിരുന്നില്ല. ഒരു ഷട്ടർ താത്തിയാണ് ഞങ്ങൾ നിങ്ങളോട് അടയ്ക്കാൻ പറഞ്ഞല്ലേ, നിങ്ങൾ എന്താണ് അടയ്ക്കാത്ത വെച്ചിട്ട് ഭയങ്കര വർത്താനായി. ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കലും കംപ്ലീറ്റ് മുദ്രാവാക്യം വിളിക്കലൊക്കെ ആയിരുന്നു ഇവിടെ. അങ്ങനെ നിന്ന് കഴിഞ്ഞ് അങ്ങനെ അവർ 2 ആൾക്കാർ വന്നിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മൾ അടയ്ക്കാന്ന് പറഞ്ഞിട്ട് ഈ ഷട്ടറൊക്കെ നമ്മൾ തന്നെ അടച്ച് കൂടി പൂട്ടിയിട്ട് കിച്ചണിലെത്തിയപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങളുണ്ട്. അപ്പോൾ അവർ ഭയങ്കര വർത്തമാനം പറഞ്ഞു. അവിടെ വന്നിട്ട് കിച്ചണിൽ കയറിയാണ്ട് കംപ്ലീറ്റ് ആണ് തട്ടി ഫുള്ള് ഉണ്ടാക്കി വെച്ച സാധനങ്ങളാണ് തട്ടിയിട്ട് കണ്ട് ആ ഷട്ടർ വലിച്ച് തുറന്നുകൊണ്ട് പുറത്തേക്കിട്ട് കംപ്ലീറ്റ് വലിച്ച് ഇവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച് മൊത്തം അടിയായി. സംഭവം അറിഞ്ഞ് തിരൂർ CI സ്ഥലത്തെത്തിയപ്പോഴേക്കും അക്രമികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് പറയുന്നു. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. സംഭവസ്ഥലം വ്യാപാരി വ്യവസായി സമിതി നേതാക്കളായ ജലീൽ മയൂര, KK ജാഫർ, നിസാം VK, ഹസൻ ചക്കങ്ങൾ എന്നിവർ സന്ദർശിച്ചു. ഏകോപന സമിതിയുടെ ഇത്തരം പ്രവർത്തനങ്ങളെ നീതീകരിക്കാനാവില്ലെന്നും അക്രമികളുടെ പേരിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും വ്യാപാരി സമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു. സ്ഥിരമായി കടകൾ അടച്ചിട്ട് വ്യാപാരികൾ നിരന്തരമായി പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവർ വീണ്ടും കടയടപ്പുമായി ബന്ധപ്പെട്ട ഒരു സമരം അവർ ആഹ്വാനം ചെയ്യുന്നത്. അത് സത്യത്തിൽ കച്ചവടക്കാരെ വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള ഒരു സമരമാണെന്ന് കച്ചവടക്കാർക്ക് തന്നെ തിരിച്ചറിയുന്ന ഒരു സത്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മെമ്പറായിട്ടുള്ള വ്യാപാര സമിതിയുടെ മെമ്പറായിട്ടുള്ള ഈ ചപ്പാത്തി കമ്പനിയിൽ കയറി ഇന്നലത്തെ തിരൂരത്തെ യൂത്ത് വിങ്ങിൻ്റെ വ്യാപാരികൾ കയറി ആക്രമിക്കുകയും ഇവിടുത്തെ കച്ചവടക്കാരെ സ്റ്റാഫുകളെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് ശക്തമായ നിയമ നടപടികളുമായിട്ട് വ്യാപാരി സമിതി അത് ഏറ്റെടുത്തിട്ടുണ്ട്. ആ നടപടി ഞങ്ങൾ അതിനുമായ കർശന നടപടി ഞങ്ങൾ സ്വീകരിക്കും. അതുമായി ഞങ്ങൾ മുമ്പോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. തിരുത്തെക്കുമുറിയിൽ ചപ്പാത്തി കമ്പനിയിൽ ആക്രമണം നടത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് തിരു ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ പറഞ്ഞു. കട തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് ഉണ്ടായത്. കട ഉടമ മറ്റൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നത് പറയാതിരുന്നതാണ് വാക്കേറ്റത്തിൽ കലാശിച്ചതെന്നും തിരു ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ പറഞ്ഞു. പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അടച്ചിടുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുന്നത് ഒരു വെല്ലുവിളിയാണ് എന്ന തോന്നൽ പ്രവർത്തകന്മാർക്ക് ഉണ്ടായിട്ടുണ്ടാകാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ അടക്കണം, ഇന്നൊരു സമരമാണ്. എല്ലാ ദിവസവും കട തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമര ആഹ്വാനവുമായിട്ടാണ് ഇന്ന് ഉപവാസം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മാത്രം തുറന്ന് ഇങ്ങനെ സാധനം ഉണ്ടാക്കി വെക്കുന്നത് ശരിയല്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും അടക്കുന്ന പ്രശ്നമില്ല. ഞാൻ സാധനങ്ങളൊക്കെ ഉണ്ടായി, ആ സാധനത്തിൻ്റെ പൈസ ഞങ്ങൾ തരാം, ആ സാധനം ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ വളരെ മോശമായിട്ടുള്ള പ്രതികരണമാണ് ആ സ്ഥാപനത്തിലുണ്ടായിരുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും അവിടെ ഉണ്ടായ സംഭവം നമ്മുടെ യൂത്ത് പ്രവർത്തകർ എല്ലാ ഭാഗത്തും പോകുന്നു, കടകൾ അടപ്പിക്കുന്നു. എല്ലാ ചപ്പാത്തി കമ്പനികളടക്കം നഗരത്തിൽ എല്ലാ സ്ഥാപനങ്ങളും അടക്കുകയാണ്. ഇവിടെയും ചെന്ന് വളരെ മാന്യമായ ഭാഷയിൽ തന്നെ നമ്മുടെ യൂത്ത് വിങ്ങിൻ്റെ പ്രവർത്തകർ ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഞങ്ങൾ അടക്കൂല, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അടക്കൂല എന്നുള്ളൊക്കെ രീതിയിലുള്ള വന്നപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഈ ആ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങാൻ തയ്യാറാണ്, നിങ്ങളതിന് വില കെട്ടിക്കോളൂ, ഞങ്ങൾ തയ്യാറാണ്, ആ സാധനങ്ങളൊക്കെ നിങ്ങൾ അടച്ച് സഹകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആർക്ക് കൊടുത്താലും അത് നിങ്ങൾക്ക് തരുന്ന പ്രശ്നമില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായ വാക്കേറ്റമാണ് പിന്നീട് ഉണ്ടായത്. പക്ഷെ അത് പിന്നെ വേറെ രീതിയിലൊക്കെ വ്യാഖ്യാനിച്ച് ഗുണ്ടാക്രമണമൊക്കെ പറയുന്നത് അത്രമാത്രം ബാലിശമായി പോയി എന്നാണ് ചേംബർ ഓഫ് കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. കേവരം പുത്തൻതെരുവ് റെയിൽവേ ട്രാക്കിന് സമീപമുള്ള പൊന്തക്കാടുകൾ CPI പ്രവർത്തകർ നീക്കം ചെയ്തു. പ്രവൃത്തിയുടെ ഉദ്ഘാടനം നെടുമങ്ങാട് പഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറുമുഖൻ കാളാട് നിർവഹിച്ചു. കേവരം പുത്തൻതെരുവ് മാർക്കറ്റിന്റെ പുറകുവശത്തിലൂടെ കേരളാധീശ്വരപുരത്തേക്ക് നൂറുകണക്കിന് ആളുകൾ റെയിൽ കടന്നുപോകുന്ന ഭാഗത്ത് പൊന്തക്കാടുകൾ നിറഞ്ഞത് അപകട സാധ്യത നിലനിന്നിരുന്നു. ഈ പ്രദേശത്തെ പൊന്തക്കാടുകളാണ് CPI പുത്തൻതെരുവ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ വെട്ടിമാറ്റി ശുചീകരിച്ചത്. ശുചീകരണ പ്രവൃത്തി അറുമുഖൻ കാളാട് ഉദ്ഘാടനം ചെയ്തു. ഈ പുത്തൻതെരുവ് പ്രദേശത്ത് CPIയുടെ
ബ്രാഞ്ചിൻ്റെ രൂപീകരണത്തിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു പൊതുപ്രവൃത്തിയാണ് റെയിലിൻ്റെ ഓരം കാട് മൂടിക്കിടക്കുന്നത് വെട്ടി വൃത്തിയാക്കുക എന്നുള്ളത്. തോടൻ രാജീവ്, വി ഡി സന്തോഷ്, കബീർ ഇയാണത്തിൽ, സൗഭാഗ്യൻ പുളിക്കപ്പാട്ട്, ദേവദാസ് തറാൽ, റമീസ് തങ്ങൾ, രതീഷ്, സുബൈർ, സുഗതൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തലക്കാട് ഗ്രാമപഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായി ജന്തുജന്യ രോഗ ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി മൃഗങ്ങൾക്ക് വാക്സിനേഷൻ ക്യാമ്പും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ഉദ്ഘാടനം ചെയ്തു. മൃഗസംരക്ഷണ വകുപ്പും തലക്കാട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ജന്തുജന്യ രോഗ ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി വളർത്തുപൂച്ച, നായ എന്നിവയ്ക്കുള്ള വാക്സിനേഷൻ ക്യാമ്പും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ഉദ്ഘാടനം ചെയ്തു. നായ, പൂച്ച എന്നിവയ്ക്ക് പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനേഷനാണ് നടത്തിയത്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്ന് തിരിച്ച് മൃഗങ്ങളിലേക്കും പകരുന്ന രോഗങ്ങളെയാണ് ജന്തുജന്യ രോഗം എന്ന് പറയുന്നത്. ഇന്നും മനുഷ്യരാശിക്ക് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു ജന്തുജന്യ രോഗമാണ് പേവിഷബാധ. ഇത് മനുഷ്യരിലായാലും മൃഗങ്ങളിലായാലും വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടുകളിലെ നായ്ക്കൾക്കും പൂച്ചകൾക്കും പേവിഷത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നത് വഴി. തെക്കൻ കുറ്റൂർ മൃഗാശുപത്രിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നുസൈബ, പഞ്ചായത്ത് അംഗം കുഞ്ഞുമൊയ്തീൻകുട്ടി, ഡോക്ടർ സ്വപ്ന ഗോപാൽ, ജോസ് പ്രകാശ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. ഒഴൂർ പെരിഞ്ചേരിയിൽ ആളൊഴിഞ്ഞ ഭാഗത്ത് ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തി. ആളൊഴിഞ്ഞ സ്ഥലത്ത് ചാക്കിൽ കെട്ടിവെച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പെരിഞ്ചേരിയിൽ ആൾതാമസമില്ലാത്ത വീടിന്റെ പരിസരത്തെ പൊന്തക്കാട്ടിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. വീടും പരിസരവും ശുചീകരിക്കാൻ ജോലിക്കാരെത്തി പരിസരം വൃത്തിയാക്കുന്നതിനിടയിലാണ് ചാക്ക് കണ്ടത്. തിരൂർ ഒഴൂരിനടുത്ത പെരിഞ്ചേരിയിലാണ് ആളൊഴിഞ്ഞ ഭാഗത്ത് ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത്. ആളൊഴിഞ്ഞ സ്ഥലത്ത് ചാക്കിൽ കെട്ടിവെച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. അടുത്തുള്ളവരൊക്കെ സംശയമുള്ളവരൊക്കെ പലരുണ്ട്. പെരിഞ്ചേരിയിൽ ആൾതാമസമില്ലാത്ത വീടിന്റെ പരിസരത്തെ പൊന്തക്കാട്ടിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. വീടും പരിസരവും ശുചീകരിക്കാൻ ജോലിക്കാരെത്തി പരിസരം വൃത്തിയാക്കുന്നതിനിടയിലാണ് ചാക്ക് കണ്ടത്. ചാക്ക് അഴിച്ച് പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവാണെന്ന് തിരിച്ചറിഞ്ഞത്. ഉടൻ നാട്ടുകാർ എക്സൈസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. 8 കിലോ കഞ്ചാവ് ഉണ്ടായിരുന്നു ചാക്കിൽ. വിപണിയിൽ ഏകദേശം 2 ലക്ഷം രൂപയോളം വില വരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ചാവ് ഇവിടെ എത്തിച്ചിട്ട് പല പല പൊതുകളാക്കി ചില്ലറ വിൽപ്പനക്കാർക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ച കഞ്ചാവാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. പ്രതിയെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നു. സാധനം ആരാണ് എത്തിച്ചതെന്നും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു പ്രാഥമിക നിഗമനത്തിൽ ഇത് ബൾക്കായിട്ട് ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ച് പറ്റുന്ന സമയത്ത്, ഇപ്പോൾ ലോക്ക്ഡൗണായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അന്വേഷണങ്ങളോ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളോ നടക്കുന്നില്ല. ആ സമയത്ത് ആളില്ലാത്ത സമയത്ത് ചെറിയ പൊതികളാക്കി ഇവിടെയുള്ള ചെറുകിട വിൽപ്പനക്കാർക്ക് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കഞ്ചാവ് എത്തിച്ചിട്ടുള്ളത്. തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി സുമേഷിന്റെ നേതൃത്വത്തിൽ എക്സൈസ് സംഘം സ്ഥലത്തെത്തി കേസ് രജിസ്റ്റർ ചെയ്തു. പ്രിവന്റ് ഓഫീസർ ടി യൂസഫ് അലി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഗിരീഷ്, സുമേഷ്, ഡ്രൈവർ പ്രമോദ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. കാറിലും വീട്ടിലും സൂക്ഷിച്ചിരുന്ന 22 കിലോഗ്രാം കഞ്ചാവുമായി ഗൂഡല്ലൂർ സ്വദേശി പിടിയിൽ. ഗൂഡല്ലൂർ സ്വദേശി ജാഫറിനെയാണ് പരപ്പനങ്ങാടി എക്സൈസ് സംഘം അരിലൂരിൽ വെച്ച് പിടികൂടിയത്. കാറിൽ 4 കിലോ കഞ്ചാവും വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 18 കിലോ കഞ്ചാവും പിടികൂടി. ഓപ്പറേഷൻ ലോക്ക്ഡൌണിന്റെ ഭാഗമായി പരപ്പനങ്ങാടി എക്സൈസ് റേഞ്ച് ഓഫീസ് നടത്തിയ പരിശോധനയിലാണ് 22 കിലോഗ്രാം കഞ്ചാവുമായി ഗൂഡല്ലൂർ സ്വദേശിയെ എക്സൈസ് സംഘം പിടികൂടിയത്. വള്ളിക്കുന്ന് അരിയല്ലൂർ ബീച്ചിൽ നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് കഞ്ചാവ് പിടികൂടിയത്. ഗൂഡല്ലൂർ സ്വദേശി ചോലോത്ത് ജാഫറിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മാരുതി ഓൾട്ടോ കാറിൽ വിൽപ്പനയ്ക്കെത്തിച്ച 4 കിലോ 100 ഗ്രാം കഞ്ചാവാണ് ഇയാളുടെ പക്കലുണ്ടായിരുന്നത്. ജാഫറിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇയാൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 18 കിലോ കഞ്ചാവ് കൂടി എക്സൈസ് സംഘം കണ്ടെടുത്തു. കാറും കസ്റ്റഡിയിലെടുത്തു. നിലമ്പൂർ കരുളായിയിൽ നിന്ന് വിവാഹം കഴിച്ച് ഇപ്പോൾ അവിടെ സ്ഥിരതാമസക്കാരനാണ് പ്രതി ജാഫർ. കഞ്ചാവ്, മയക്കുമരുന്ന് ലോബിക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ സാബു ആർ ചന്ദ്ര പറഞ്ഞു. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ പരപ്പനങ്ങാടി എക്സൈസ് റേഞ്ച് പാർട്ടി നടത്തിയ പരിശോധനയിൽ 300 കിലോ കഞ്ചാവടക്കം മാരകമായ മയക്കുമരുന്നുകളാണ് വൻതോതിൽ പിടികൂടിയത്. ലോക്ക്ഡൌണിനെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെട്ട വലിയ വിഭാഗം ആളുകൾ ഈ മേഖലയിലേക്ക് മാറിയതായി സംശയിക്കുന്നതായി എക്സൈസ് സംഘം അറിയിച്ചു. കേസിൽ ഉൾപ്പെട്ട കൂടുതൽ പേരെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചതായും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും
എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു. പ്രിവന്റീവ് ഓഫീസർമാരായ കെ പ്രദീപ് കുമാർ, പി മുരളീധരൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിതിൻ ചോമാരി, അരുൺ പാറോൾ, ജയകൃഷ്ണൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം ശ്രീജ, സ്മിത കെ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സമരത്തിന് SDPIയുടെ പിന്തുണ. തിരുമണ്ഡലം കമ്മിറ്റി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടന്ന പരിപാടി SDPI മലപ്പുറം ജില്ലാ സെക്രട്ടറി റഹീസ് പുറത്ത് ഉദ്ഘാടനം ചെയ്തു. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി എല്ലാ ദിവസവും എല്ലാ സ്ഥാപനങ്ങളും തുറക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നടത്തിയ കടയടപ്പ് സമരത്തിനാണ് SDPI ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. തിരൂരിൽ നടന്ന പരിപാടി SDPI ജില്ലാ സെക്രട്ടറി റഹീസ് പുറത്ത് ഉദ്ഘാടനം ചെയ്തു. വെടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ കൊറോണ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം. ആമസോൺ ഉൾപ്പെടെയുള്ള, ഫ്ലിപ്കാർട്ട് ഉൾപ്പെടെയുള്ള ഓൺലൈൻ ഡീലർമാർ ഈ കൊറോണ കാലത്ത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ ഏതെങ്കിലും ആളുകളോട് സംശയം പ്രകടിപ്പിച്ചാൽ ആമസോണിന് വേണ്ടിയിട്ട്, ഫ്ലിപ്കാർട്ടിന് വേണ്ടിയിട്ട് ഈ സർക്കാർ, ഈ ഗവൺമെന്റ് ഒത്താശ ചെയ്യുകയാണോ എന്ന് ആരെങ്കിലും സംശയം ഉന്നയിച്ചാൽ അതേ കുറ്റം പറയാൻ നമുക്ക് സാധ്യമല്ല, കഴിയുകയില്ല. നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. വഴിയില്ലാതെ പ്രയാസമനുഭവിച്ച മണലിപ്പുഴ അങ്കണവാടിയിലേക്ക് CPM DYFI പ്രവർത്തകർ വഴിയൊരുക്കി. ഉടൂർ പഞ്ചായത്ത് 7-ാം വാർഡ് മണലിപ്പുഴയിലെ 34-ാം നമ്പർ അങ്കണവാടിയിലേക്കാണ് വഴിയൊരുക്കിയത്. യാത്രാക്ലേശത്തെ തുടർന്ന് നാട്ടുകാർ ജനപ്രതിനിധികളോട് നിരന്തരം പരാതി പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്നാണ് വിഷയം പ്രദേശത്തെ CPM പ്രവർത്തകർ ഏറ്റെടുത്തത്. അങ്കണവാടിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥല ഉടമയായ പൊക്കാശ്ശേരി മൊയ്തീൻ ഹാജിയോട് പ്രയാസം പറഞ്ഞപ്പോൾ വഴിക്കാവശ്യമായ സ്ഥലം സൗജന്യമായി വിട്ടു നൽകാൻ ഉടമ തയ്യാറായി. തുടർന്ന് മണലിപ്പുഴയിലെ CPM DYFI പ്രവർത്തകർ ചേർന്ന് വഴിവെട്ടി കോൺക്രീറ്റ് ചെയ്ത് കുരുന്നുകൾക്ക് കാൽനട യാത്രയ്ക്ക് വിട്ടു നൽകി. നമ്മൾ ഈ അങ്കണവാടിയിലേക്ക് ഒരു വഴിയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ കൂടെയൊക്കെ ആളുകൾ അംഗനവാടിക്ക് വന്നിരുന്ന സ്ത്രീകളായാലും കുട്ടികളായാലും വന്നിരുന്ന് അവരെ വീട്ടിൻ്റെ അടുക്കള ഭാഗത്ത് ആ ഭാഗത്ത് കൂടെ ഒക്കെ ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ അത് വരുന്നവർക്കും ഒരു പ്രയാസം ഉണ്ടായിരുന്നു, ആ വീട്ടുകാർക്കും ഒരു പ്രയാസം ഉണ്ടായിരുന്ന ഒരു ഇതായിരുന്നു ഇവിടെ. അപ്പോൾ ഈ മതിലും കൂടി കെട്ടി വന്നപ്പോൾ ഇവിടെ ആകെ ഒരു തീരെ കുട്ടികൾക്ക് ഇങ്ങോട്ട് കടക്കാൻ പറ്റാത്ത രൂപത്തിലായി. സ്ഥലമുടമ പൊക്കാശ്ശേരി മൊയ്തീൻ ഹാജി, കേരള പ്രവാസി സംഘം ഒഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നീരങ്ങത്ത് മുഹമ്മദ് കുട്ടി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. CPM ഒഴൂർ ലോക്കൽ കമ്മിറ്റി അംഗം PP വിശ്വനാഥൻ, DYFI ഓമച്ചപ്പുഴ മേഖലാ പ്രസിഡന്റ് EP ശൈലേഷ് കുമാർ, K അൻവർ, TK ഇസ്മായിൽ, MK അബ്ദുള്ള, PP ഉണ്ണി, K സൈനുദ്ദീൻ, MK ജാഫിർ, അംഗനവാടി വർക്കർ സരോജിനി, ആശാപ്രവർത്തക സരസ്വതി തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു ഇടവേള. വാർത്തകളിൽ തുടർന്നു. കേരളത്തിൽ കോവിഡ് പ്രതിദിന കണക്ക് കുത്തനെ വർദ്ധിച്ചു. 15,600 പേർക്കാണ് ബുധനാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിനിടെ 1,50,630 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.36%. സംസ്ഥാനത്ത് ഇന്ന് 15,600 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറം 2052, എറണാകുളം 1727, തൃശൂർ 1724, കോഴിക്കോട് 1683, കൊല്ലം 1501, പാലക്കാട് 1180, തിരുവനന്തപുരം 1150, കണ്ണൂർ 962, ആലപ്പുഴ 863, കാസർഗോഡ് 786, കോട്ടയം 779, വയനാട് 453, പത്തനംതിട്ട 449, ഇടുക്കി 291 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,50,630 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.36 ആണ്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 148 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 14,108 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 66 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 14,761 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 699 പേരുടെ സമ്പർക്കരോധം വ്യക്തമല്ല. 11,629 പേർ രോഗമുക്തി നേടി. ജില്ലയിൽ തുടർച്ചയായ 2ാം ദിവസവും 2000-ന് മുകളിൽ കോവിഡ് രോഗികൾ. മലപ്പുറത്ത് 2052 പേർക്ക് വൈറസ് ബാധയുണ്ടായി. 1992 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.4%. 1259 പേർ രോഗമുക്തി നേടി. ജില്ലയിൽ ഇതുവരെ 1260 പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത്. മലപ്പുറം ജില്ലയിൽ ബുധനാഴ്ച 2052 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 12.04% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 1259 പേർ ബുധനാഴ്ച രോഗമുക്തരായി. ഇതോടെ വിദഗ്ധ പരിചരണത്തിന് ശേഷം ജില്ലയിൽ കോവിഡ് ഭേദമായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 3,31,114 ആയി. ബുധനാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 1992 പേർ നേരത്തെ രോഗബാധിതരുമായുള്ള
നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിതരായവരാണ്. 31 പേർക്ക് വൈറസ് ബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജില്ലയിൽ തിരിച്ചെത്തിയ 2 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 22 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 39,236 പേരാണ് ജില്ലയിൽ ഇപ്പോൾ കോവിഡ് ബാധിതരായി നിരീക്ഷണത്തിൽ കഴിയുന്നത്. 15,266 പേരാണ് ചികിത്സയിലുള്ളത്. ജില്ലയിൽ ഇതുവരെ 1,260 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. ഓൺലൈൻ പഠനത്തിന് ആവശ്യമായ മൊബൈൽ ഫോണുകൾ വിതരണം ചെയ്ത് ജില്ലാ പഞ്ചായത്ത് അംഗം ഇ അഫ്സൽ ചലഞ്ച് വഴി വാങ്ങിയ 20 മൊബൈൽ ഫോണുകളുടെ വിതരണോദ്ഘാടനം തിരൂർ സബ് കളക്ടർ സൂരജ് ഷാജി IAS നിർവഹിച്ചു. ഓൺലൈൻ വിദ്യാഭ്യാസം തുടരുന്ന സാഹചര്യത്തിൽ ഡിവൈസുകളുടെ അഭാവം മൂലം പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാൻ സന്നദ്ധനായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മംഗലം ഡിവിഷൻ അംഗം ഇ അഫ്സൽ ജൂൺ 10 ആരംഭിച്ച മൊബൈൽ ഫോൺ ചലഞ്ച് വഴി വാങ്ങിയ 20 മൊബൈൽ ഫോണുകളുടെ വിതരണോദ്ഘാടനം തിരൂർ സബ് കളക്ടർ സൂരജ് ഷാജി IAS പറവണ്ണ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് M ആസിയയ്ക്ക് ഫോണുകൾ കൈമാറി നിർവഹിച്ചു. മംഗലം ഡിവിഷനിലെ വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടി സഹായിച്ച മുഴുവൻ ആളുകളോടും ജില്ലാ പഞ്ചായത്ത് അംഗം നന്ദി രേഖപ്പെടുത്തി. ഡിവിഷനിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ പഠന സൗകര്യം ഉറപ്പാക്കുന്നതുവരെ ചലഞ്ച് തുടരുമെന്ന് അഫ്സൽ കൂട്ടിച്ചേർത്തു. ഓൺലൈൻ വിദ്യാഭ്യാസം അസാധ്യമാകുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ പ്രത്യേകിച്ച് വലിയ പ്രയാസത്തിലാണ് എന്ന് ഓൺലൈൻ വിദ്യാഭ്യാസം തുടരുകയാണെന്ന സമയത്ത് തന്നെ പലരും വിളിച്ചു പറയുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾക്ക് എന്ത് ചെയ്യാനാകുമെന്ന് ചിന്തിച്ച് ഒരു ക്രൗഡ് ഫണ്ടിങ് എന്ന ആശയത്തിലേക്ക് നീങ്ങിയത്. അതിൻ്റെ ഭാഗമായി 20 മൊബൈൽ ഫോണുകളുള്ള പണം കണ്ടെത്തി 20 മൊബൈൽ ഫോൺ വാങ്ങി അതിൻ്റെ വിതരണം ആരംഭിക്കുകയും ചെയ്തു. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ഉദ്യമത്തിൻ്റെ കൂടെ നിന്ന മുഴുവൻ മനുഷ്യസ്നേഹികളെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യുന്നു. തലക്കാട്, വെട്ടം, മംഗലം, പുറത്തൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന മംഗലം ഡിവിഷനിൽ ഏറെ പ്രയാസത്തിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇ അഫ്സലിന്റെ ഇടപെടൽ. LIC ഓഹരി വിൽപ്പനയ്ക്കെതിരെ LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ തിരൂർ ബ്രാഞ്ച് കമ്മിറ്റി ധർണ നടത്തി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു നടന്ന ധർണ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം UM ഷീജ ഉദ്ഘാടനം ചെയ്തു. LIC ഓഹരി വിൽപ്പനയ്ക്കെതിരെ LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത ധർണാ സമരം കോവിഡ് മാനദണ്ഡ പ്രകാരം തിരൂർ ബ്രാഞ്ചിലും സംഘടിപ്പിച്ചു. ഏജന്റുമാർക്ക് അലവൻസ് ഉടൻ അനുവദിക്കുക, എല്ലാ ഏജന്റുമാർക്കും ID കാർഡ് നൽകുക, ഏജന്റുമാർക്ക് വാക്സിനേഷൻ സൗജന്യമായി ഉടൻ അനുവദിക്കുക, ഏജന്റുമാരുടെ ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രീമിയം വർധന പിൻവലിക്കുക, വർദ്ധിപ്പിച്ച ഇന്ധനവില പിൻവലിക്കുക, ചാർട്ടർ ഓഫ് ഡിമാൻഡ് അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. അലവൻസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ LIC ഏജന്റുമാർക്ക് അടിയന്തരമായി പ്രഖ്യാപിക്കാനും LIC മാനേജ്മെന്റും കേന്ദ്ര ഗവൺമെന്റും ഇടപെടണമെന്നാണ് ഈ പ്രതിഷേധത്തിന്റെ ആധാരമായി ഉയർത്തിക്കാട്ടുന്ന മറ്റൊരു മുദ്രാവാക്യം. അതുപോലെ മെഡിക്ലെയിം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളിൽ LIC ഏജന്റുമാരെ മാത്രമല്ല അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന അവരുടെ മക്കളെയും ഈ മെഡിക്ലെയിം ആനുകൂല്യത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം UM ഷീജ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് VV സത്യാനന്ദൻ അധ്യക്ഷനായിരുന്നു. ഏജന്റുമാർക്ക് കൃത്യസമയത്ത് കിട്ടുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ, ഡ്യൂ ലിസ്റ്റ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ, ക്ലബ്ബ് മെമ്പർഷിപ്പ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഇതൊക്കെ തന്നെ അതിന് റിലാക്സേഷൻ കൊടുക്കാതെയും അതോടൊപ്പം തന്നെ മറ്റാനുകൂല്യങ്ങളൊന്നും നൽകാതെയും ഏജന്റുമാരെ ദ്രോഹിക്കുന്ന ഇത്തരത്തിലുള്ള നടപടികൾ തീർച്ചയായിട്ടും പിൻവലിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. സെക്രട്ടറി P ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നടത്തി. സുകുമാരൻ മാസ്റ്റർ, C ഷൺമുഖൻ, MP ഗംഗാധരൻ, മധു, പ്രതാപൻ, CP മുസ്തഫ, NP ഗോപിനാഥൻ, മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. മംഗലം ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിൽ മെമ്പറുടെയും മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെയും അറിവോടെ മണൽ കടത്തി വിൽപ്പന നടത്തിയതായി ആരോപണം. DYFIയുടെ നേതൃത്വത്തിൽ കൂട്ടായി ടൗണിൽ പ്രതിഷേധ സംഗമവും പന്തം കൊളുത്തി പ്രകടനവും നടത്തി. മംഗലം ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിൽ മെമ്പറുടെയും മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെയും അറിവോടെ മണൽ കടത്തി വിൽപ്പന നടത്തുന്നതായി ആരോപിച്ചാണ് DYFIയുടെ നേതൃത്വത്തിൽ കൂട്ടായി ടൗണിൽ പ്രതിഷേധ സംഗമവും പന്തം കൊളുത്തി പ്രകടനവും നടത്തിയത്. പ്രതിഷേധ സംഗമം DYFI ബ്ലോക്ക് പ്രസിഡന്റ് KP ഷാജിദ് ഉദ്ഘാടനം ചെയ്തു. ഒരു വാർഡ് മെമ്പർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നിലപാട് ഒരു ജനപ്രതിനിധി എടുത്തപ്പോഴാണ് ഒരു യുവജന സംഘടന എന്ന നിലയ്ക്ക് ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാനും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ആ വാർഡ് മെമ്പർ നേരിടണമെന്നും DYFI ആവശ്യപ്പെടുന്നത്. തുടർന്ന് പന്തം കൊളുത്തി പ്രകടനവും നടന്നു. VK തുഫൈൽ, KP ഫഹദ, PP ഇസ്മായിൽ, AV ആബിദ്, CP സമീർ, ഷിബിൽ, ഫസൽ റഹ്മാൻ, ഷാജി തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സാനിറ്റേഷൻ പദ്ധതിയുടെ മറവിൽ മണൽ കടത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം CM റംല ടീച്ചർ പറഞ്ഞു. സാനിറ്റേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് അഴുക്കുചാൽ ശുചീകരിച്ചതെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം വ്യക്തമാക്കി.
മംഗലം ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ സാനിറ്റേഷൻ പദ്ധതിയുടെ മറവിൽ ആവിപ്പുഴ കേന്ദ്രീകരിച്ച് മണൽ കടത്താൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൂട്ടുനിൽക്കുന്നുവെന്ന CPM നേതാക്കളുടെ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം CM റംല ടീച്ചർ പറഞ്ഞു. ഈ മണൽ വേസ്റ്റും അടങ്ങിയ കുറച്ച് മണൽ അതിലുണ്ട്. കാരണം അടഞ്ഞു കിടന്ന ഒരു അഴുക്കുചാലാണ്, നിറയെ മണ്ണും കച്ചറായിട്ട് കിടന്നിരുന്നതാണ്. അതും 20 വർഷം അത് ഉണ്ടാക്കിയതിന് ശേഷം അവിടെ ഒരു വർക്കും നടന്നിട്ടില്ല. അതിൻ്റെ പരിസരവാസികൾക്കൊക്കെ അതിനെപ്പറ്റി അറിയാവുന്നതാണ്. അതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്, ഇത് വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഉള്ളതും ശേഷമുള്ളതും. അപ്പോൾ ഈ മണലുകൾ മാറ്റം ചെയ്യാൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം JCB-കാരനെ ഏൽപ്പിക്കുകയാണുണ്ടായത്. അവരത് കൊണ്ടുപോയി വിറ്റു. അവർ പിന്നെ പറഞ്ഞത് ഇത് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, ഞങ്ങൾക്ക് JCB-യുടെ വർക്ക് ഉള്ളത് വേണ്ട എന്ന് പറഞ്ഞു എന്നാണ് കമ്മിറ്റി എന്നോട് പറഞ്ഞത്. അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല. അത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ JCB-കാർ ഈ മണൽ കൊണ്ടുപോവുകയും അതിവിടെ അടുത്തുള്ള 1-2 സ്ഥലങ്ങളിൽ വിൽപ്പന നടത്തി. ആ മണലും ഉണ്ട്, വേസ്റ്റും ഉണ്ട്. അത് അടഞ്ഞു കിടക്കുന്ന നിലങ്ങളൊക്കെ തൂർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് പിന്നെ വേസ്റ്റ് അടങ്ങിയ ആ മണൽ കൊണ്ടുപോയിട്ട് അവർ പൈസയ്ക്ക് വാങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ആക്ഷേപം. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ നമുക്ക് കമ്മിറ്റിക്കോ എനിക്കോ അതിൽ യാതൊരു പങ്കുമില്ല. സാനിറ്റേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് അഴുക്കുചാൽ ശുചീകരിച്ചത്. 20 വർഷമായി മണ്ണും മാലിന്യങ്ങളും നിറഞ്ഞ അഴുക്കുചാൽ 4 ദിവസമെടുത്താണ് ശുചീകരിച്ചത്. പ്രവൃത്തിക്കായി 3500 രൂപയോളം ചെലവ് വന്നതെന്നും സാനിറ്റേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്നും CM റംല ടീച്ചർ പറഞ്ഞു. കമ്മിറ്റിയുടെ നിർദ്ദേശമാണ്, കമ്മിറ്റി അംഗങ്ങളാണ് ചെയ്തിട്ടുള്ളത്. കമ്മിറ്റി അംഗങ്ങൾ പൂർണ്ണമായി എല്ലാവരുടെയും സഹകരണത്തോടെയാണ് ചെയ്തിട്ടുള്ളത്. മഴക്കാലം കൂടിയതുകൊണ്ട് ഇങ്ങനെ അഴുക്കുചാൽ കൂടുതൽ അടഞ്ഞു കിടന്നപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾക്കുള്ള ബുദ്ധിമുട്ട്, തോടിൽ ഇതുപോലെ മണ്ണും അഴുക്കും അടഞ്ഞു കിടക്കുമ്പോൾ പിന്നെ ആ പൊട്ടുംപുറം മേഖലയിലെ ബാക്ക് സൈഡിലൊക്കെ വീടുകളിൽ പറമ്പുകളിൽ കെട്ടി നിൽക്കുന്ന വെള്ളം അതോടൊപ്പം തന്നെ വളരെ വേഗത്തിൽ ഒഴുകിപ്പോയതും വളരെ നല്ല കാര്യമാണ് ചെയ്തതെന്ന് ആ ഭാഗത്തുള്ള എല്ലാ ആളുകളും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. സാനിറ്റേഷൻ കമ്മിറ്റിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികളുണ്ടെന്നും കമ്മിറ്റി ഐക്യകണ്ഠേന എടുത്ത തീരുമാനത്തെ തുടർന്നാണ് പ്രവൃത്തികളെല്ലാം നടത്തിയതെന്നും പഞ്ചായത്ത് അംഗം കൂട്ടിച്ചേർത്തു. വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. കൃഷിഭവനിൽ തുടങ്ങിയ ചന്ത കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. കൃഷിഭവനിൽ തുടങ്ങിയ ചന്ത കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC നജ്മത്ത് അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AK മുജീബ് റഹ്മാൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PC അഷ്റഫ്, വാർഡ് മെമ്പർ റൈഹാനത്ത്, കൃഷി ഓഫീസർ ശരത് തുടങ്ങിയവർ സംസാരിച്ചു. പാചകവാതക വില വർധനവിനെതിരെ വെൽഫെയർ പാർട്ടി തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി തിരൂർ നഗരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വിവിധ ഭാഗങ്ങളിലായാണ് പ്രതിഷേധം നടന്നത്. സംസ്ഥാനത്താകെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് വെൽഫെയർ പാർട്ടി തിരൂർ മുനിസിപ്പൽ കമ്മിറ്റിയും പ്രതിഷേധം സംഘടിപ്പിച്ചത്. തിരൂർ നഗരത്തിന്റെ പല ഭാഗങ്ങളിലായാണ് പ്രതിഷേധം നടന്നത്. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾ വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ജനങ്ങൾ ദുരിതക്കയത്തിൽ അവർ മുങ്ങിത്താഴുമ്പോൾ, ഇവിടെ ഇന്ധനത്തിന് വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പാചകവാതകത്തിന് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, വംശീയതയും വർഗീയതയും ഊതിക്കത്തിച്ച് ജനങ്ങളിൽ പരസ്പര വിരുദ്ധതയുടെ ശത്രുതയുടെ ചേരിതിരിവുണ്ടാക്കുന്നു. മുനിസിപ്പൽ പ്രസിഡന്റ് മജീദ് മാടമ്പാട്ട്, സെക്രട്ടറി അഷ്റഫ് അലി, TE അബൂബക്കർ, ഇർഷാദ് പൂക്കയിൽ അഷ്കർ, കുഞ്ഞു മൊയ്തീൻ നടുവിലങ്ങാടി, അഷ്റഫ്, അർഷാദ് അന്നാര, നിസാം അന്നാര, ഹനീഫ തെക്കുമുറി, സാജിദ്, നൌഷാദ്, അഷ്കർ, മുലീദിൽ കുഞ്ഞുട്ടി എന്നിവർ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരൂർ നഗരസഭയ്ക്കുള്ളിൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെന്ന് നടപടി ആവശ്യപ്പെട്ട ഇടത് കൗൺസിലർമാർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മത്സ്യഫെഡ് ചെയർമാൻ സ്ഥാനത്തേക്ക് അനധികൃത നിയമനമെന്ന് മത്സ്യഫെഡ് ഓഫീസിന് മുന്നിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ധർണ നടത്തി. കടയടപ്പ് സമരത്തിന്റെ മറവിൽ ജീവനക്കാരനെ കയ്യേറ്റം ചെയ്തതായി പരാതി. സംഭവത്തിന് പിന്നിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെന്ന് അക്രമം നടത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് വ്യാപാരി നേതാക്കൾ. സംസ്ഥാനത്തെ കോവിഡ് പരിശോധനകൾ 1.5 ലക്ഷം കുത്തനെ കൂടി പ്രതിദിന കോവിഡ് കണക്ക്. DPR മാറ്റമില്ലാതെ തുടരുന്നു. 15,600 പേർക്ക് രോഗം. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.